ജസ്റ്റ് കിഡിങ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവളുടെ ശരിക്കുള്ള പേര് ധൻവി എന്നാണ്. അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ കാരണം ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ നെയ്ച്ചോറും ബീഫും ആണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നിമ്മത് കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞത് ഫുഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലച്ചോടെ വിളമ്പാണ്. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റിൽ തന്നെ അവൾ വെക്കാറുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവൾ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നിട്ടുള്ളത് ഉദ്ദിയാണ്. ഉദ്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളതാണ്, മാളുവിൻ്റെ മോനാണ്. ഉദ്ദിക്കാണെങ്കിൽ ബിരിയാണി നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ബിരിയാണി കൊടുത്തപ്പോൾ കുറച്ച് ആൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലച്ചുൻ്റെ ബർത്ത്ഡേ പരിപാടികളൊക്കെ വൈകിട്ടായപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ലച്ചുനൊരാഗ്രഹം, ഹാപ്പി ബർത്ത്ഡേ ബോർഡ് വേണം, ബലൂൺ വേണം, തൊപ്പി വേണം എന്നൊക്കെ ലച്ചുവിന് ചെറിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അതൊക്കെ മേടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ലച്ചു, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ലച്ചുന് ബർത്ത്ഡേ പറഞ്ഞു. ലച്ചുതേ കേക്ക് മുറിയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ അതേ മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തി ലച്ചുതേ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ കുത്തി പൊട്ടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി. ലച്ചു ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ച് കേക്ക് മുറിച്ച് വെഷ്ടത്തെ പീസ് തന്നെ അച്ഛന് തന്ന്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്ത്. ആൾ അന്ന് മൊത്തം നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാ ആൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ആൾ സെറ്റായിരുന്നു അന്നത്തെ ദിവസം. ആൾക്ക് നെയ്ച്ചോറ് കിട്ടി, കേക്ക് കിട്ടി, ഡ്രസ്സ് കിട്ടി, എല്ലാ പരിപാടികളും നടന്നു. അപ്പോൾ ആൾ അന്നത്തെ ദിവസം ഫുള്ള് സെറ്റായിരുന്നു. ആൾക്ക് ഫുൾ ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ ബർത്ത്ഡേ ദിവസമായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ കാലത്ത് അവൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ മിഠായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി സ്കൂളിൽ ക്ലാസ്സിൽ പിള്ളേർക്കും ടീച്ചർമാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മേടിച്ച് അവൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. വന്നപ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ മിഠായി സ്കൂളിലേക്ക് എല്ലാ പ്രാവശ്യം മേടിച്ചു കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ എൻ്റെയൊക്കെ ബർത്ത്ഡേ ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസത്തിലാണ് വരാറ്. മെയ് മാസത്തിൽ വരുമ്പോൾ അന്ന് പിന്നെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ ബർത്ത്ഡേയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് വല്ല പായസം വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അത് മറന്ന പോലെ അങ്ങോട്ട് പോകും. അതാണ് സാധാരണ സംഭവിക്കാറ്. അതേ നമ്മുടെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരു ബായ്.